+1 മോഡൽ എക്സാം ഈസി ആയാൽ പബ്ലിക് എക്സാം ടഫ് ആകുമോ? ഈ ഒരു ഡൗട്ട് ഒരുപാട് കുട്ടികളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ യു നാഫി. അപ്പോൾ ഈ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതിന് മുന്നേ എനിക്ക് മോഡൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ചോദ്യം നമ്പർ 1, മോഡൽ എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടോ? ചോദ്യം നമ്പർ 2, നിങ്ങൾ മോഡൽ എക്സാമിന് ഓരോ സബ്ജക്റ്റിലെയും എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? ചോദ്യം നമ്പർ 3, മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ടഫ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഈസി? ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം, ഈ മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് പബ്ലിക് എക്സാം ടഫ് ആണെന്നില്ല, മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ട് പബ്ലിക് എക്സാം ഈസി ആണെന്നില്ല. ഈ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും തമ്മിൽ ഈസിയുടെയും ടഫിന്റെയും കാര്യത്തിൽ ഒരു ബന്ധമൊന്നുമില്ല. അതായത് അവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മോഡൽ എക്സാം ഈസി ആയ കൊല്ലം തന്നെ പബ്ലിക് എക്സാം ഈസി ആയ സമയമുണ്ട്, മോഡൽ എക്സാം ടഫ് ആയ സമയം തന്നെ പബ്ലിക് എക്സാം ടഫ് ആയ സമയമുണ്ട്, മോഡൽ എക്സാം ടഫ് ആയ സമയം പബ്ലിക് എക്സാം ഈസി ആയ സമയം. സോ ഇത് തമ്മിലൊരു ബന്ധമില്ല. മോഡൽ എക്സാം ചിലപ്പോൾ ഈസി ആവാം, പബ്ലിക് എക്സാം ഈസി ആവാം. മോഡൽ എക്സാം ചിലപ്പോൾ ടഫ് ആവാം, പബ്ലിക് എക്സാം ടഫ് ആവാം. അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ മോഡൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്, നിങ്ങൾ പഠിക്കണം. മോഡൽ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും അത് നിങ്ങൾ നിർബന്ധമായിട്ട് പബ്ലിക് എക്സാമിന് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും മോഡൽ എക്സാമിന് ചോദിക്കുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കാറാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് മോഡൽ എക്സാമിന് ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് അതേപോലെ തന്നെ അല്ലെങ്കിൽ ചില വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് വേറെ രീതിയിലും എന്ത് ചെയ്തേക്കാം, പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊന്നും ഇനി പഠിക്കേണ്ട, ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് പബ്ലിക് എക്സാമിലേക്ക് ഒഴിവാക്കി വിടരുത്. ഒരു ചോദ്യം മോഡൽ എക്സാമിന് ചോദിച്ചാലും അത് പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാ കൊല്ലവും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. മോഡൽ എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ട സംഭവമാണെന്ത്? PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതായത് ഒരു 6 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ റെഫർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എജ്യൂപോഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എജ്യൂപോഡിന്റെ ആപ്പിലെ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഭാഗം കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. നിങ്ങൾ +1 കൊമേഴ്സ് ആണെങ്കിലും +1 ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എജ്യൂപോഡ് ആപ്പിൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഭാഗം ഫ്രീ ആണ്. ആ റിസോഴ്സസ് നോക്കിയിട്ട് PYQ ഉണ്ട്, അതിൽ ചാപ്റ്റർ വൈസ് PYQ ഉണ്ട്. ആ PYQ നോക്കിയിട്ട് നന്നായിട്ട് നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയം നിങ്ങൾ ദിവസവും 5 മണിക്കൂർ വെച്ചിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ സ്റ്റഡി ടിപ്പ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് കൂടുതൽ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ nafi.eduport. എജ്യൂപോർട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ത്, nafi.eduport. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. സോ നന്നായിട്ട് പഠിക്കുക. മോഡൽ എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുക, പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും മോഡൽ എക്സാമും പബ്ലിക് എക്സാം ഈസി ആവട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിന് ചോദിക്കട്ടെ. നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ.